മൃഗങ്ങൾ, മൂസ് പാവ, നീ എങ്ങനെ ഇങ്ങനെ തടിച്ചു? ഞാൻ ജിമ്മിലേക്ക് പോയിട്ട് വന്നതാ. ഇതാണോ നിന്റെ ടീം ചാൻ? കുട്ടി, പന്നി, പാവക്കുട്ടി, അതിന്റെ കൂടെ പറക്കുന്ന പൂവൻ കോഴിയും. ഞങ്ങളെ കളിയാക്കിയത് തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായോ? അവരെ ഷൂട്ട് ചെയ്യൂ. ഞങ്ങളിത് ആക്രമിക്കുന്നു. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ ജാക്കി. എന്റെ ശക്തി എന്താണെന്ന് നോക്കണം. ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ കാണിച്ചതാ തോന്നുന്നേ. ജൂലി, ഡാൻസ്, പാട്ട്, യുദ്ധം എങ്ങനെയുണ്ട്? അവരുടെ കഥ കഴിക്ക് സ്പൈക്ക്. ഹേയ് മുഖംമൂടിയേ, അവന്റെ പേര് സ്കൂബി. അവൻ ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അങ്ങനെയാണോ? എന്നാ നമുക്ക് കാണാം. എന്റെ അടുത്തേക്ക് വാടാ മോനെ. വീണ്ടും അത് ആവർത്തിക്കണോ? നീ ദുഷ്ടശക്തിയായി. മോശമായ നായ. ഇനിയും കുറച്ചു സമയത്തിനുള്ളിൽ ആ നായയെ ദുഷ്ടനാക്കി മാറ്റിയേക്കും, എന്നേക്കുമായി. അതുവരെ ഞാൻ നിന്നെ വെറുതെ വിട്ടാലല്ലേ? നിനക്കറിയില്ലേ, നല്ല ശക്തിയെ കൊണ്ടല്ലാതെ വേറൊരു ശക്തിയെ കൊണ്ടും മുഖം മൂടി അഴിക്കാൻ പറ്റില്ല. അറിയാം, അതുകൊണ്ടാണ് എന്റെ അങ്കിളുടെ അടുത്ത് ഈ ലോഷൻ വാങ്ങിച്ചോണ്ട് വന്നത്. ആ, നല്ല ശക്തി. നിന്റെ കളി അവസാനിച്ചിരിക്കുന്നു സ്പൈക്ക്. ജൂലി! എന്ത്? കുഴിയിലാരോ വീട് കിടക്കുന്നോ? രക്ഷിക്കേ, ആരെങ്കിലും എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോ. എനിക്ക് ജൂലിയെ രക്ഷിച്ചേ പറ്റൂ. ആ കുട്ടി വീരവനിതയാണ്. അവരെ ഇങ്ങനെ പേരെടുത്തൊന്നും വിളിക്കരുത്. എന്തായി പറയുന്നത്? ഞാനിപ്പോ ഒരു പാവക്കുട്ടിയോട് സംസാരിക്കേണ്ട അവസ്ഥയായി പോയല്ലോ. സാഹസ വീരന്മാർ പുറപ്പെട്ടു കഴിഞ്ഞു. സോറി, നിങ്ങളുടെ കുട്ടികൾ രണ്ടുപേരും സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയിരിക്കുന്നതാണ് തോന്നുന്നത്. എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനായി ഞാൻ ഒരു ടീമിനെ ഉടനെ ഉണ്ടാക്കേണ്ടതുണ്ട്. എടോ, ആള് വളർന്നതെന്നല്ലാതെ എന്റെ ബുദ്ധി വികസിച്ചിട്ടില്ല. എന്റെ കോഴിയെ പക്പക് എന്ന് വിളിച്ചാൽ വരും, സ്കൂബി എന്ന് വിളിച്ചാൽ പന്നി വരും. എന്താ പറഞ്ഞത്? മൃഗങ്ങളുടെ ഭാഷയാണത്. ഞാൻ പറഞ്ഞതുപോലെ പറയൂ. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. ഒച്ചത്തിൽ വിളിക്കേ. ഒച്ചത്തിൽ വിളിച്ചാലേ അതിന് കേൾക്കുവോ? നിന്റെ ആൾക്കാരോട് ഉച്ചത്തിൽ വിളിക്കാൻ പറ. ടെൻഷൻ ആകണ്ട. നിഴലിന്റെ ശക്തിക്ക് മുന്നിൽ നിന്റെ ശക്തി നിർവീര്യമാണ്. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? അങ്കിളിന്റെ മുഖംമൂടി എടുക്കാനുള്ള ലോഷൻ എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. സ്കൂബിക്ക് നീ പറയുന്നത് കേൾക്കില്ല. കാരണം ഇവൻ മുഴുവനായും സ്പൈക്കായി മാറിക്കഴിഞ്ഞു. വേണമെങ്കിൽ കാണിച്ചു തരട്ടെ. സ്പൈക്ക്, നിനക്ക് വിശക്കുന്നുണ്ട് അല്ലേ? നിന്റെ മുന്നിൽ നിൽക്കുന്ന ആ കുട്ടിയെ നിന്റെ ഇരയാക്കിക്കോളൂ.